Hi, hello, welcome to yet another video of Garage 51. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ചധികം പെർഫോമൻസ് എക്സോസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും നോർമലി ഹെൽമെറ്റ്സ് അങ്ങനെയുള്ള നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു കുറച്ച് കിഡിലൻ സാധനങ്ങൾ പരിചയപ്പെടുത്തിയാലോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ പെർഫോമൻസ് എക്സോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. സോ മൂവ് ഓൺ ടു ദ വീഡിയോ. ഈ ഒരു എക്സോസ്റ്റ് നിങ്ങൾ കണ്ട ശരിക്കും ഇതൊരു മൈക്കാണെന്നുള്ളത്. ഇത് മൈക്കല്ല, ഒരു SC പ്രൊജക്റ്റ് എന്ന ബ്രാൻഡിൽ വരുന്ന മോട്ടോ GP എക്സോസ്റ്റ് ടെക്നോളജി എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒരു സൂപ്പർ എക്സോസ്റ്റ് ആണ്. ഈ ഒരു എക്സോസ്റ്റ് യൂസ് ചെയ്യുന്ന വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബജാജ്, ഹോണ്ട, KTM അങ്ങനെയുള്ള കുറച്ച് വണ്ടികൾക്കാണ് ഈ എക്സോസ്റ്റൊക്കെ യൂസ് ചെയ്യുക. ഇതൊരു അടിപൊളി പെർഫോമൻസ് എക്സോസ്റ്റ് ആണ്. ഇത് കാണാൻ നല്ല വെറൈറ്റി ആണ് കേട്ടോ. വെറൈറ്റി ലുക്കാണ് ഇതിന് വരുന്നത്. നമ്മുടെ R15 KTM അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു പെർഫോമൻസ് എക്സോസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് എക്സോസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അടുത്ത എക്സോസ്റ്റ് എന്ന് പറയുന്നത് ആക്രോപോവിച്ചിൻ്റെ ഒരു കാർബൺ ഫിനിഷിൽ വരുന്ന ഒരു എക്സോസ്റ്റ് ആണ്. ഈ ഒരു എക്സോസ്റ്റിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3999. ഇതും ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഒരു അടിപൊളി എക്സോസ്റ്റ് ആണ്. ഇതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോണ്ട, പൾസർ, ബജാജ് അതുപോലെ തന്നെ നമ്മുടെ KTM പോലുള്ള വണ്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സോസ്റ്റാണ്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് ഇത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 2490 വരുന്നുള്ളൂ. ഇതിൽ കാർബൺ ഫിനിഷ് ഈ ഒരു ഏരിയയിൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഒരു മാറ്റ് ബ്ലാക്ക് പോലത്തെ ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതും സെയിം യൂസ് തന്നെ വരുന്നത്. പെർഫോമൻസ് എക്സോസ്റ്റ് വിത്ത് DB കില്ലറാണ് ഈ എക്സോസ്റ്റ് എല്ലാം വരുന്നത്. പിന്നെ ഈ ഒരു എക്സോസ്റ്റ് എന്ന് പറയുന്നത് SC പ്രൊജക്റ്റിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് എക്സോസ്റ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 2550 ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോണ്ട, KTM, പൾസർ, ബജാജ് പോലുള്ള വണ്ടികൾക്കൊക്കെ ആ ഒരു സീരീസിൽ വരുന്ന വണ്ടികൾ പറഞ്ഞാൽ നമ്മുടെ പൾസർ, NS അങ്ങനെയുള്ള ആ ഒരു സീരീസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൽ R15 പോലുള്ള വണ്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു കിഡിലിൻ എക്സോസ്റ്റ് ആണിത്. ഇത് നോർമലി ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ആണ്. യൂണിവേഴ്സലായിട്ട് നമുക്ക് ഈ ഒരു സീരീസിൽ വരുന്ന ഒരുപാട് വണ്ടികൾക്ക് ഈ എക്സോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ എക്സോസ്റ്റൊക്കെ നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. എക്സ്പൾസ് യൂസേഴ്സിനൊക്കെ ഒരു അടിപൊളി എക്സോസ്റ്റ് ആണ് നമ്മുടെ ന്യൂറിഫോമി മെയ്ഡ് ഇൻ ഇന്തോനേഷ്യ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് നോക്ടസ് T5 ആണ്. ഇത് T5 പാറ്റേൺ. ഇത് T5 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാറ്റേണിൻ്റെ നെയിമാണ്. ഒരുപാട് പാറ്റേണിൽ ഈ എക്സോസ്റ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു മോഡൽ, ഈ T5 മോഡൽ എന്ന് പറയുന്നത് ഒരുപാട് എൻക്വയറി മൂവിങ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ നമ്മുടെ ഷോപ്പിൽ. അപ്പോൾ എക്സ്പൾസ് യൂസേഴ്സിനൊക്കെ മസ്റ്റ് ബൈ എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഫുൾ കിറ്റ് നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇത് വരിക. ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ടാണ് വണ്ടിയിൽ പിടിപ്പിക്കുക. നല്ല കിടിലൻ ലുക്കാട്ടോ. ഇതൊക്കെ വെച്ചിട്ട് റോട്ടിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല ശബ്ദം ഉണ്ടാവും. എല്ലാവരും ഒരു നോട്ടപ്പുള്ളി ആയിരിക്കും നമ്മളിതിൽ വെച്ച് പോയി കഴിഞ്ഞാൽ. ഇതിൽ DB കില്ലർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറക്കാനും കൂട്ടാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ മെയ്ഡ് ഇൻ ഇന്തോനേഷ്യ ആണ്. ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മുടെ റസ്റ്റും കാര്യങ്ങളൊന്നും വരില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് ഹണ്ടറിന് പറ്റിയിട്ടുള്ള 2 പെർഫോമൻസ് എക്സോസ്റ്റ് ആണ്. കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട്. ഈ ഒരു എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ പവറേജ് എന്ന ബ്രാൻഡിൽ വരുന്ന എക്സോസ്റ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 7990. അതുപോലെ തന്നെ ഈ ഒരു എക്സോസ്റ്റ് വരുന്നത് റെഡ് റൂസ്റ്ററിൽ വരുന്നൊരു എക്സോസ്റ്റ് ആണ്. ഒരു അടിപൊളി ഹൈ പെർഫോമൻസ് എക്സോസ്റ്റ് ആണിത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ 8999 ആണ്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റൊക്കെ ഹണ്ടറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശബ്ദമായിരിക്കും നമ്മുടെ വണ്ടിക്ക് കൊടുക്കുക. നമ്മൾ ഇങ്ങനത്തെ എക്സോസ്റ്റൊക്കെ വണ്ടിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മൂത്തും കാര്യങ്ങളും എല്ലാ ഇതും നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഇന്തോനേഷ്യൻ മെയ്ഡ് ആയിട്ടുള്ള ന്യൂറിഫോമിയുടെ ഹിമാലയ 411 അതുപോലെ സ്ക്രാം 411 യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സോസ്റ്റ് ആണ്. ഓഫ് റോഡ് ഓൺലി ഫോർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് അല്ല, ഓൺ റോഡ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അടിപൊളി എക്സോസ്റ്റ് ആണ്. പെർഫോമൻസിൻ്റെ ബേസിസിൽ ഒരു കിഡിലൻ എക്സോസ്റ്റ് ആണ്. പിന്നെ ഓഫ് റോഡിന് പോകുന്ന വണ്ടികളാണ് നമ്മുടെ അറിയാമല്ലോ ഹിമാലയ, സ്ക്രാം 411 ഒക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഓഫ് റോഡിൽ നിന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ന്യൂറിഫോമിയുടെ എക്സോസ്റ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 15,990 ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് കുറഞ്ഞ റേഞ്ചിലാണ് ഈ ഒരു
പെർഫോമൻസ് എക്സോസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പവറേജ് എന്ന ഒരു ബ്രാൻഡിലോട്ട് പോവാം. ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 7,000 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അടിപൊളി പെർഫോമൻസ് എക്സോസ്റ്റ് ആണ്. ഇതിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും മെറ്റീരിയൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു എക്സോസ്റ്റ് ആട്ടോ. നമുക്ക് DB കില്ലറൊക്കെ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസ് ബെൻഡ് പൈപ്പാണ്. ഇതിങ്ങനെ കേട്ടോ, ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് വെക്കുക. അത് ഇതിൻ്റെ ഒരു ഫുൾ സെറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ R15 അതുപോലെ തന്നെ V3 V4 പോലത്തുള്ള വണ്ടികൾക്കൊക്കെ പറ്റിയൊരു എക്സോസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ SC പ്രൊജക്റ്റിൻ്റെ ഒരു എക്സോസ്റ്റ്. ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായി. അതുപോലെ തന്നെ ഈ ഒരു എക്സോസ്റ്റ് പിന്നെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു എക്സോസ്റ്റ് ഇതൊക്കെ ഇങ്ങനെയാ ജോയിൻ ചെയ്തിട്ടാണ് വെക്കുക. അപ്പോൾ അടിപൊളി പെർഫോമൻസ് ആയിരിക്കും നമ്മുടെ വണ്ടിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓടിച്ച് പറഞ്ഞു തരിക ചെയ്തത്. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷോപ്പിൽ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നത്തെ വീഡിയോയിലൊക്കെ, ഒരു പ്രീമിയം വർക്ക്ഷോപ്പ് തന്നെ നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ ഒരു ബൈക്ക് ലവറിന് പറ്റിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ ഷോപ്പിലുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ബൈക്ക് ലവേഴ്സിന് മാത്രമാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്സസറീസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കുറച്ച് എക്സോസ്റ്റും കാര്യങ്ങളാണെങ്കിൽ, ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് പെർഫോമൻസ് കൂട്ടാൻ പറ്റുന്ന എൻഗേജിൻ്റെ എയർ ഫിൽറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഇത്ര നേരം കണ്ടത് നമ്മുടെ പൾസർ, ബജാജ്, KTM പോലെ, അതുപോലെ തന്നെ ഹണ്ടർ, പിന്നെ ഹിമാലയ, പിന്നെ എക്സ്പൾസ് പോലുള്ള വണ്ടിക്ക് യൂസ് ചെയ്യുന്ന കുറച്ചധികം പെർഫോമൻസ് എക്സോസ്റ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് ബ്രാൻഡിൽ വരുന്ന ഇന്റർസെപ്റ്റർ 650, അതുപോലെ തന്നെ GT 650 യൂസ് ചെയ്യാൻ പറ്റുന്ന റെഡ് റൂസ്റ്റർ പെർഫോമൻസ് പവറഡ് പ്ലേ എന്ന് പറയുന്ന ഒരു കിഡിലൻ എക്സോസ്റ്റ് ആണ്. ഈ റെഡ് റൂസ്റ്റർ എന്നുള്ള ബ്രാൻഡ് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് പെർഫോമൻസിന്റെ കാര്യത്തിൽ. നമ്മൾ ഈ ഒരു ന്യൂ പാക്കാണ്. ഇത് നമ്മൾ പൊട്ടിച്ചിട്ടുള്ള കസ്റ്റമർ വരുമ്പോഴാണ് നമ്മൾ കൈയോടെ പൊട്ടിച്ചിട്ട് ഇതിന്റെ ശബ്ദം കാര്യങ്ങളൊക്കെ നമ്മൾ കൈയോടെ അവർക്ക് കേൾപ്പിച്ച് കൊടുക്കും. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ റെഡ് റൂസ്റ്റർ പെർഫോമൻസ് ബ്രാൻഡിൽ വരുന്ന RRP സ്റ്റെല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫോർ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഈ ഒരു എക്സോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ സ്പോർട്ടി എക്സോസ്റ്റ് ആണ്, ഹൈ പെർഫോമൻസ് ആണ് ഈ ഒരു എക്സോസ്റ്റ് വരുന്നത്. അത് നമുക്ക് ഇതിന്റെ ഒരുപാട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് സ്പോർട്ടി നോട്ടാണ്, അതുപോലെ തന്നെ ഗ്രേറ്റർ പവർ ഔട്ട്പുട്ട്, ലൈഫ് ടൈം വാറണ്ടി, ലൈറ്റ് വെയിറ്റ്, സെറാമിക് വൂൾ പാക്കിംഗ്, ഡിറ്റാച്ചബിൾ DB കില്ലർ. അതായത് DB കില്ലർ നമുക്ക് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 21,750 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഇതിന്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്റർസെപ്റ്റർ 650 GT 650 എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, നല്ലൊരു ക്ലാസി വണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. എനിക്ക് പേഴ്സണലി ഇന്റർസെപ്റ്റർ 650 വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്, കാരണം ഇക്കടെ കയ്യിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സോസ്റ്റിന്റെ വിശേഷങ്ങൾ. ഇതിന്റെ മെറ്റീരിയൽ പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് റസ്റ്റും കാര്യങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കില്ല. പിന്നെ അപ്പോൾ ഈ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ സർവീസ് വഴി പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലോട്ട് എത്തിച്ചു തരും. അപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മുന്നേ ഈ ഷോപ്പിൻ്റെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കാണാത്തവർ എന്തായാലും ആ വീഡിയോയും കൂടി പോയി കാണുക. പിന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിൻ്റെ ഒക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ഒറ്റപ്പാലത്താണ് ഈ ഷോപ്പ്. അപ്പോൾ ഒറ്റപ്പാലത്ത് നിയർ ബൈ ആയിട്ടുള്ളവർക്കൊക്കെ എന്തായാലും നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ബൈക്ക് ലവേഴ്സിന് എന്തുകൊണ്ടും നല്ലൊരു സമയം ആയിരിക്കും ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം Garage 51.